സാക്ഷ്യമാകുന്നതിൽ ഒത്തിരി ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സണ്ണിച്ചാൻ, ഈ റിജോയ്സ് മിനിസ്ട്രിയിൽ കൂടെ കടന്നു വന്ന് സംബന്ധിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കാറുണ്ട്. അതൊരു പതിവയായി തന്നെ ഞാൻ കണക്കാക്കുന്നു. ഇന്ന് രാത്രിയിൽ ആരാധന ലീഡ് ചെയ്ത സിസ്റ്റർ ബീന, സിസ്റ്റർ ഫേബ, സഭയിലുള്ള മറ്റെല്ലാ ലീഡേഴ്സ്, എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധത്തിന്റെ ഭീഷണിയിലും കെടുതിയിലും ഒക്കെ കടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു വാക്യം ഞാൻ വായിച്ചിട്ട് ഇന്നും നാളെയുമായിട്ട് ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന മെസ്സേജിലേക്ക് ഞാൻ കടക്കുന്നു. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം 4-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റുപോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീനെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്, നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ മതിൽ, നമ്മുടെ കുടുംബത്തിന്റെ മതിൽ, നമ്മുടെ സഭയുടെ മതിൽ, അവയ്ക്കെതിരെ ഭയങ്കരന്മാരുടെ ചീറ്റൽ, ആ യുദ്ധം സമാനമായ വിഷയങ്ങളായിരിക്കാം, ബോംബായിരിക്കാം, അതടിക്കുമ്പോൾ നമുക്കുള്ള ധൈര്യം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ഉറപ്പ്, വാഗ്ദത്തം, എളിയവന് അവനൊരു ദുർഗമാണ്, കോട്ടയാണ്. അവനൊരു കോട്ട പോലെ, ഒരു പട്ടാളം പോലെ ദൈവം നമ്മളെ കാവലി ചെയ്യുന്നു, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. ദരിദ്രൻ അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ സൂക്ഷിക്കും, ദൈവം നമ്മളെ കാക്കും. എല്ലാവരും അന്യോന്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായി ആർക്കും ഒരു ദോഷം, മാൾനാശം, ഒരു കേടുപാടുകൾ ഉണ്ടാകാതെ വണ്ണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. നമ്മോടുള്ള ദൈവത്തിന്റെ ആഹ്വാനമാണ്. ആ വാക്യം സങ്കീർത്തനത്തിൽ പല ഭാഗത്തുണ്ട്. യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെ സമാധാനം ഉണ്ടാകണം, ലോക രാജ്യങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം, ഗൾഫ് രാജ്യങ്ങൾക്ക് കർത്താവ് സമാധാനം നൽകട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഗോൽഗോത്ത മലയിൽ കൊണ്ടുവന്ന ക്രൂശിന്മേൽ കഴിഞ്ഞപ്പോൾ ആ ക്രൂശിന് ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെ കൂടെ ക്രൂശിക്കുകയുണ്ടായി. ആ സംഭവം 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ കള്ളന്മാരുടെ കാര്യം. വിശുദ്ധ മത്തായി ആ കാര്യം പറയുവാൻ 2 വാക്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ 2 വാക്യങ്ങൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കും. കള്ളന്മാരെ പറ്റി പറയാൻ 2 വാക്യങ്ങളാണ് മത്തായി ഉപയോഗിച്ചത്. വിശുദ്ധ മർക്കോസും ഈ കള്ളന്മാരുടെ കാര്യം പറയാൻ 2 വാക്യങ്ങളാണ് ഉപയോഗിച്ചത്. ആ 2 വാക്യങ്ങളും ഇവിടെ വായിച്ച് കേൾപ്പിക്കും. വിശുദ്ധ ലൂക്കോസ് ആകട്ടെ ആ കാര്യം പറയാൻ
6 വാക്യങ്ങളാണ് ഉപയോഗിച്ചത്. 4 സുവിശേഷന്മാരുടെ കൂട്ടത്തിൽ കള്ളന്മാരുടെ കാര്യം ഏറ്റവും കൂടുതൽ പറഞ്ഞത് വിശുദ്ധ ലൂക്കോസ് ആണ്. 6 വാക്യങ്ങളിലൂടെ ഈ കള്ളന്മാരെ അവതരിപ്പിക്കുന്നുണ്ട്. ആ 6 വാക്യങ്ങളും ഇവിടെ വായിക്കും. യോഹന്നാൻ ഈ കാര്യം പറയാൻ, കള്ളന്മാരുടെ കാര്യം പറയാൻ ഒരൊറ്റ വാക്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒറ്റ വാക്യം, ഒറ്റ വാചകം. ഈ 4 വേദഭാഗങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ വായിച്ച് കേൾപ്പിക്കുന്നു. വിശുദ്ധ മത്തായി കള്ളന്മാരെ പറ്റി പറഞ്ഞ 2 വാക്യങ്ങൾ ആദ്യം ഞാൻ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം. 2 ഭാഗങ്ങളിലായിട്ടാണ് ഈ കള്ളന്മാരെ പറ്റി വിശുദ്ധ മത്തായി പറഞ്ഞിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 38-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 38-ാം വാക്യം. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോട് കൂടെ ക്രൂശിച്ചു. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ, യേശുവിനോടുകൂടെ ക്രൂശിച്ചു. അപ്പൊ ഇവർ 2 പേരും കള്ളന്മാരാണെന്ന് വിശുദ്ധ മത്തായി പറഞ്ഞു. ഇനി 44-ാം വാക്യം, കള്ളന്മാരെ പറ്റി മത്തായി പറഞ്ഞ 2-ാമത്തെ വാക്യം. അതിന്റെ ഇടയ്ക്കുള്ളതൊന്നും കള്ളന്മാരുടെ കാര്യമല്ല, യേശുവിന്റെ കാര്യമാണ്. 44-ാം വാക്യം. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. ആ 2-ാം ഭാഗത്തും മത്തായി ഇവരെ കള്ളന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകാം. വിശുദ്ധ മർക്കോസും 2 വാക്യങ്ങളാണ് ഈ കള്ളന്മാരെ പറ്റി പറയാൻ ഉപയോഗിച്ചത്. അതും 2ഇടത്തായിട്ടാണ് ആ 2 വാക്യങ്ങൾ കിടക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാം വാക്യം. അവ 2 കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. വിശുദ്ധ മത്തായി പറഞ്ഞ അതേ പ്രസ്താവന വിശുദ്ധ മർക്കോസും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവർ 2 കള്ളന്മാരെ, മത്തായിയും കള്ളന്മാരെന്നാണ് വിളിച്ചത്, മർക്കോസും കള്ളന്മാരെന്നാണ് വിളിച്ചത്. ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. ഇനി 2-ാമത്തെ വാക്യം, 32-ാമത്തെ വാക്യം, 32-ാം വാക്യം. അതിന്റെ 2-ാം ഭാഗം, 32-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്താണ് കള്ളന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഞാൻ മുഴുവനും വായിക്കുന്നു. 32-ാം വാക്യം. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. ഇത് കള്ളന്മാര് പറഞ്ഞതല്ല. അവിടെ തമ്മിൽ പറഞ്ഞു എന്ന് പറഞ്ഞത് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരുമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ തലേ വാക്യം നോക്കിയാൽ മതി. 31-ാം വാക്യം, അതും കൂടെ ഞാൻ ചേർത്ത് വായിക്കുന്നു. 31-ാം വാക്യം. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ 31-ാം വാക്യത്തിന്റെ തുടർച്ചയാണ് 32-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. ഇനി 32-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. ഇത് കള്ളന്മാരുടെ കാര്യമാണ്. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ച് പറഞ്ഞു.
അപ്പോൾ വിശുദ്ധ മത്തായി പറഞ്ഞ അതേ കാര്യം മർക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. ആ വേദഭാഗത്ത് നിന്നാണ് നമ്മൾ ഇന്നും നാളെയുമായിട്ട് ചിന്തിക്കാൻ പോകുന്ന ആ വിഷയമുള്ളത്. ആ ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നാണ്. ലൂക്കോസ് സുവിശേഷകൻ ഈ കള്ളന്മാരെ പറ്റി പറയാൻ 6 വാക്യങ്ങളാണ് ഉപയോഗിച്ചത്. അതിൽ ഒന്നാമത്തെ വാക്യം 23-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം, അതിന്റെ 32-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 32-ാം വാക്യം ആദ്യം വായിക്കുന്നു. കള്ളന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ വാക്യം അതാണ്. 23-ാം അധ്യായം 32-ാം വാക്യം. ദുഷ്പ്രവൃത്തിക്കാരായ വേറെ 2 പേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി. ഇവിടെ ലൂക്കോസ് ഇവരെ വിളിക്കുന്നത് കള്ളന്മാരെന്നല്ല, ദുഷ്പ്രവൃത്തിക്കാർ. കള്ളന്മാരെക്കാളും ഗ്രേഡ് കൂടിയവരാണ് ദുഷ്പ്രവൃത്തിക്കാർ. ദുഷ്പ്രവൃത്തിക്കാർ, കള്ളന്മാർ മോഷ്ടിക്കുന്നവർ, തീപ്സ് എന്നാണ് ഇംഗ്ലീഷിൽ, മോഷണം നടത്തുന്നവർ. പക്ഷെ ദുഷ്പ്രവൃത്തിക്കാർ അതുമല്ല. അവർ മോഷ്ടിക്കും, കൊല ചെയ്യും, ഏത് നീച കാര്യവും ചെയ്യാൻ മടിക്കാത്തവരാണ് ദുഷ്പ്രവൃത്തിക്കാർ. ലൂക്കോസ് പറഞ്ഞു ഇവർ കള്ളന്മാർ മാത്രമല്ല, ഇവരുടെ കയ്യിൽ ദുഷ്പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള 2 പേരെ യേശുവിനോടൊപ്പം കൊല്ലാൻ യേശുവിനോട് കൂടെ കൊണ്ടുപോയി. ഇത് മത്തായി പറഞ്ഞില്ല, മർക്കോസ് പറഞ്ഞില്ല. ഇനി വായിക്കാൻ പോകുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലും ഈ കാര്യം നമ്മൾ കാണുന്നില്ല. മത്തായി, മർക്കോസും യോഹന്നാനും ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരുടെ മാത്രമേ കണ്ടുകൊണ്ട് കാര്യം പറയുന്നുള്ളൂ. എന്നാൽ ലൂക്കോസ് ക്രൂശിൽ കിടക്കുന്ന ദുഷ്പ്രവൃത്തിക്കാരെ മാത്രമല്ല കാണുന്നത്, അതിന് മുമ്പ് തൊട്ടുള്ള ഇവരുടെ കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. ഈ 2 ദുഷ്പ്രവൃത്തിക്കാരെ യേശു ക്രൂശു ചുമന്ന് പോകുമ്പോൾ യേശുവിനോടൊപ്പം ഇവരെയും കൊല്ലേണ്ടതിന് കൈകെട്ടി ചെങ്ങലയ്ക്ക് പൂട്ടി ഇവരെയും കൂടെ കൊണ്ടുപോകുക. ഇനി ശേഷം 5 വാക്യങ്ങൾ ഈ കള്ളന്മാരെ പറ്റി ലൂക്കോസ് പറഞ്ഞ ശേഷം 5 വാക്യങ്ങൾ, 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഒരു പാരഗ്രാഫാണ് 5 വാക്യങ്ങൾ. അതും കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. 23-ാം അധ്യായം 39 മുതൽ 43 വരെ. ദൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ. വീണ്ടും ലൂക്കോസ് പറയുകയാണ്, ഇവ കള്ളന്മാർ മാത്രമല്ല, ഇവ ദുഷ്പ്രവൃത്തിക്കാരാണ്. അതിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ 2 ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരാൾ മാനസാന്തരപ്പെട്ടു എന്ന കാര്യം വിശുദ്ധ ലൂക്കോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യം ലൂക്കോസ് വിശേഷത്തിൽ മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. ഒരുത്തന്റെ മാനസാന്തരം മത്തായി പറഞ്ഞില്ല, മർക്കോസിൽ കാണുന്നില്ല, യോഹന്നാൻ ഇത് പരാമർശിച്ചിട്ട് പോലുമില്ല. ലൂക്കോസ് മാത്രം പറഞ്ഞു. ഈ 2 കള്ളന്മാരിൽ, ഈ 2 ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ മാനസാന്തരപ്പെട്ടു, പരദീസായിക്ക് അർഹനായി തീർന്നു. ഈ ലൂക്കോസ്
ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം വൈദ്യനാണ്, ഡോക്ടറാണ്, വിദ്യാസമ്പന്നനാണ്. ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് അല്ലെങ്കിൽ അത് ഗഹനമായി പഠിച്ച് വ്യക്തമായി മനോഹരമായി തന്നെ ആ കാര്യം അവതരിപ്പിക്കുവാൻ ക്രമമായി ചിട്ടയായി അതിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തിക്കൊണ്ട് തന്നെ ലൂക്കോസ് അത് പറയാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ തന്നെ ലൂക്കോസ് അത് ആ കാര്യം പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം. ഈ സുവിശേഷം എഴുതുമ്പോൾ തന്നെ താൻ എങ്ങനെയാണ് എഴുതാൻ പോകുന്നതെന്ന് സൂചന നൽകുന്നുണ്ട്. 1-ാം അധ്യായം 3-ാം വാക്യം. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. തിയോഫിലോസിനാണ് ഈ സുവിശേഷം എഴുതുന്നത്. അപ്പൊ തിയോഫിലോസിനോട് ലൂക്കോസ് പറയുകയാണ്, നിനക്ക് ഉപദേശം ലഭിച്ചു, യേശുവിനെ പറ്റിയുള്ള ഉപദേശം. ആ കാര്യം അതിന്റെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതി നിന്നെ ബോധിപ്പിക്കേണ്ടത് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ നിലയിലാണ് ലൂക്കോസ് സുവിശേഷം എഴുതിയത്. എല്ലാം ക്രമമായിട്ട് ചിട്ടയായി ഒരു കാര്യത്തിന്റെ മുഴുവൻ വശവും പഠിച്ച് ലൂക്കോസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ലൂക്കോസ് സുവിശേഷത്തിന്റെ പ്രത്യേകത അതാണ്. സാധാരണ ഗോസ്പൽസ് സുവിശേഷങ്ങൾ ബൈബിൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കും. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ, സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും. സമവീക്ഷണം. ഇവര് 3 പേരും ഒരേ വീക്ഷണത്തിലാണ് ഈ സുവിശേഷം എഴുതിയത്. മത്തായി, മർക്കോസും ലൂക്കോസും. യോഹന്നാന്റെ സുവിശേഷം വേറിട്ട് കിടക്കുന്ന സുവിശേഷമാണ്. യുണീക് ഗോസ്പൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സുവിശേഷമാണ്. സഭയ്ക്ക് വേണ്ടി എഴുതിയ സുവിശേഷമാണ് വ്യത്യസ്ത സുവിശേഷം, യുണീക് ഗോസ്പൽ. അപ്പൊ ബൈബിൾ കോളേജുകളിലും സ്കൂളുകളിലും മത്തായി, മർക്കോസ്, ലൂക്കോസ് സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം അത് പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ എഴുത്തുകൾ എന്ന് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, വെളിപ്പാട് പുസ്തകം, ഈ 5 പുസ്തകങ്ങളൂടെ ചേർത്ത് ഉള്ള പഠനമാണ് സാധാരണ നടക്കുന്നത്. അപ്പോൾ തന്നെ ഈ 4 സുവിശേഷങ്ങളിൽ ലൂക്കോസ് സുവിശേഷത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ലൂക്കോസ് സുവിശേഷത്തിൽ മാത്രം 5 വിധവമാരെ പറ്റി എഴുതിയിട്ടുണ്ട്. ഈ ലൂക്കോസ് സുവിശേഷത്തിൽ 5 നീതിമാന്മാരുടെ കാര്യം എഴുതിയിട്ടുണ്ട്. ഈ ലൂക്കോസ് സുവിശേഷത്തിൽ 5 ധനവാന്മാരുടെ കാര്യം എഴുതിയിട്ടുണ്ട്. അതായത് സബ്ജക്ട് സ്റ്റഡി പോലെ ക്രമമായി കാര്യം അവതരിപ്പിക്കുവാൻ ലൂക്കോസ് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ലൂക്കോസ് സുവിശേഷത്തിൽ ഈ കള്ളന്റെ മാനസാന്തരം വിശദമായി തന്നെ ലൂക്കോസ് പറയുകയുണ്ടായി. ആ വേദഭാഗത്ത് നിന്നാണ് നമ്മൾ ആത്മീയ ദൂത ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ കള്ളന്റെ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ അതിലേക്ക് പുറകാലേക്ക് കടന്നു വരുന്നുണ്ട്. യോഹന്നാൻ ഈ കള്ളന്മാരുടെ കാര്യം പറയാൻ ഒറ്റ വാക്യമേ ഉപയോഗിച്ചുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും,
കള്ളന്മാരെന്നല്ല ഇവരെ വിളിച്ചത്, ദുഷ്പ്രവൃത്തിക്കാരൊന്നുമല്ല, കണ്ട ആളുകൾ. ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. അത്രയും പറഞ്ഞ യോഹന്നാൻ ഇവിടെ കാര്യം അങ്ങ് വിട്ടു. അതിന് കാരണം യോഹന്നാന്റെ ശ്രദ്ധ മുഴുവൻ, യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിച്ചാൽ ഒരുവനിൽ മാത്രമാണ്, അത് യേശുവിൽ മാത്രമാണ്. യേശുവിനോടൊപ്പം നടന്ന 3.5 വർഷവും യോഹന്നാന്റെ നോട്ടവും ശ്രദ്ധയും എല്ലാം ഒരുവനിൽ മാത്രമാണ്, യേശുവിൽ മാത്രമാണ്. ക്രൂശിന്റെ ഇടത്തും വലത്തും ആര് കിടന്നാലും എനിക്കതൊരു വിഷയമല്ല. അവർ കള്ളന്മാരോ ദുഷ്പ്രവർത്തിക്കാരോ ആരെങ്കിലും ആയിപ്പോകട്ടെ. എനിക്ക് നോക്കാനുള്ളത് നടുവിൽ കിടക്കുന്ന, ക്രൂശിൽ കിടക്കുന്നവന്റെ മുഖമാണ്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, 2 ആളുകൾ ഇടതും വലത്തുമായിട്ട് ക്രൂശിച്ചിട്ട് ആ വിഷയം അങ്ങ് യോഹന്നാൻ വിടുകയാണ്. അത് യോഹന്നാന്റെ പ്രത്യേകതയാണ്. യേശുവിനെ മാത്രമാണ് ഇവ ശ്രദ്ധിക്കുകയും ഉയർത്തുകയും ചെയ്തത്. തന്നെ പോലും ഈ യോഹന്നാൻ വിസ്മരിച്ചു കളയുന്ന അനുഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു 4-5 വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം ഞാൻ ചൂണ്ടിക്കാട്ടും. യോഹന്നാന്റെ ശ്രദ്ധ മുഴുവൻ യേശുവിൽ മാത്രമാണ് എന്നതിന്റെ തെളിവിന് തന്നെ പോലും അവൻ മറന്നു കളയുന്നു, വിസ്മരിച്ചു കളയുന്നു. തന്നെ പറ്റി പറയുന്നിടത്തെല്ലാം തന്നെ യോഹന്നാൻ എന്നാൽ ഉപയോഗിക്കുന്നത് ചിലയിടത്ത് വേറൊരു ശിഷ്യൻ, വേറെടുത്ത് മറ്റേ ശിഷ്യൻ, വേറെടുത്ത് യേശു സ്നേഹിച്ച ശിഷ്യൻ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വാക്യം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. നമ്മൾ പെട്ടെന്ന് വായിച്ചു വിടും. യേശു യൗവനക്കാരനാണ്, യോഹന്നാനും യൗവനക്കാരനാണ്. യേശു കാനാവിലെ കല്യാണ വീട്ടിൽ പോയി എന്ന് പറയുന്നത്, ആ കല്യാണ വീട് പല വേദപണ്ഡിതന്മാരും പറയുന്നത് ഈ യോഹന്നാന്റെ കല്യാണമായിരുന്നെന്ന് അങ്ങനെ അവകാശപ്പെടുന്നവരുണ്ട്. അപ്പോൾ യോഹന്നാനും യൗവനക്കാരൻ, യേശുവും യൗവനക്കാരൻ. ഒരു യൗവനക്കാരൻ വേറെ യൗവനക്കാരന്റെ മാർവിൽ ഒരു കുഞ്ഞ് ചാരി ഇരിക്കുന്ന പോലെ ചാരി ഇരിക്കുക. മറ്റുള്ളവർ എന്ത് ധരിക്കും ചിന്തിക്കുമെന്ന ചിന്ത പോലും യോഹന്നാൻ ഇല്ല. നിങ്ങളെന്ത് ചിന്തിച്ചാലും ധരിച്ചാലും എനിക്കത് വിഷയമല്ല. എനിക്ക് ചാരുവാൻ ഒരു മാർവിടമുണ്ടെങ്കിൽ അത് യേശുവിന്റെ മാർവിടം മാത്രമാണ്. ഞാൻ അവിടെ ചാരിയിരിക്കും. യോഹന്നാന്റെ ശ്രദ്ധ മറ്റുള്ളവരിൽ അല്ല എന്നതിന്റെ തെളിവാണ്. ക്രൂശിൽ 2 ആളുകളെ എന്ന് പറഞ്ഞതിന്റെ തെളിവ് ഞാൻ നിരത്തുകയാണ്. അത് കള്ളന്മാരോ ദുഷ്പ്രവർത്തിക്കോ ആരെങ്കിലും ആയി പോകട്ടെ. എന്റെ നോട്ടം നടുക്ക് ക്രൂശിൽ കിടക്കുന്നവനാണ്. എനിക്ക് ചാരിയിരിക്കുവാൻ പറ്റിയ മാർവിടം എന്റെ യേശുവിന്റെ മാർവിടമാണ്. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും എന്റെ സ്ഥാനം അവന്റെ മാർവിടമാണ്. പരിസരം മറന്ന്, പ്രായം മറന്ന് യേശുവിനോടൊപ്പം ചാഞ്ഞിരിക്കാൻ കൊതിക്കുന്ന യോഹന്നാൻ. അവിടെ യോഹന്നാൻ പറയപ്പെടുന്നത് യേശു സ്നേഹിച്ച ഒരുത്തൻ. ഈ യോഹന്നാന്റെ കാര്യം തന്നെയാണ്. ഇനി 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 25-26 വാക്യങ്ങളിൽ യേശുവിന്റെ 19-ാം അധ്യായം 25-26 യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയും മഗ്ദലക്കാരത്തി മറിയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും കണ്ടിട്ട് ക്രൂശിന്റെ ചോട്ടിൽ യോഹന്നാൻ വന്നിരിക്കുന്നു. ബാക്കി 10 പേരും അവിടെ എങ്ങുമില്ല. ഒരുത്തൻ കടിയാന്ന് ചത്തു. ബാക്കി 10 പേരും ക്രൂശിന്റെ ചോട്ടിൽ ഇല്ലാതിരിക്കുമ്പോൾ ഇവൻ ഒരുത്തൻ മാത്രം. പ്രതിസന്ധികളുണ്ട്, പടയാളികളാ ചുറ്റും നിൽക്കുന്ന, അപകടമുണ്ട്. വേണേ വിനയം പിടിച്ചോണ്ട് പോകും. നീ ശിഷ്യനല്ലയോ എന്ന് പറഞ്ഞു.
അതൊന്നും വകവയ്ക്കാതെ ബാക്കി 10 പേരും ഇല്ലെങ്കിൽ പോലും എനിക്ക് ചേർന്ന് നിൽക്കേണ്ടത് എന്റെ യേശുവിനെ ക്രൂശിച്ച ക്രൂശിന്റെ ചുവട്ടിൽ തൊട്ട് താഴെ ക്രൂശോട് ചേർന്ന് യോഹന്നാൻ നിൽക്കുന്നു. അവന്റെ നോട്ടം യേശുവിലാണ്. ആരും കൂടെ ഇല്ലെങ്കിലും 3 വർഷം കൂടെ നടന്ന 10 പേരുമില്ലെങ്കിലും ഇവനത് വിഷയമല്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്നത് യേശുവിന്റെ ക്രൂശിന്റെ ചോട്ടിൽ മാത്രമാണ്. നോട്ടം ഒരുവനിൽ ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക്. അവർ തമ്മിൽ സംഭാഷിക്കുന്നുണ്ട്. യോഹന്നാനോടൊക്കെ യേശു സംഭാഷിക്കുന്നു. പിന്നെയും ഈ യോഹന്നാനെ നമ്മൾ കാണുന്നത് 20-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിന്റെ 2-ാം വാക്യം, 20-ന്റെ 2. അവൾ ഓടി, അതായത് ഈ മഗ്ദലക്കാരത്തി മറിയ കല്ലറ കാണാൻ ചെന്നു. അത് തുറന്നു കിടക്കുന്നു. വന്ന് പത്രോസിനോടും യോഹന്നാനോടും കൂടെ പറഞ്ഞു. 2-ാം വാക്യം, അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ, അതെങ്കിൽ യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവരെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും, അതായത് യോഹന്നാനും, പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. 20 ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കൽ എത്തി. കണ്ടോ, ആദ്യം ഈ യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി. വല്ല ഷോർട്ട് കട്ട് വല്ലതും, കല്ലറയിലേക്കുള്ള എളുപ്പ വഴി വല്ലതും ചിലപ്പോൾ യോഹന്നാൻ അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ പത്രോസിനെ കവച്ചു വച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ ഓടിയതായിരിക്കാം. എന്തായാലും ഇവർ 2 പേരും ഒരു സ്ഥലത്ത് നിന്നാ ഓടിയത്. ആദ്യം ഓടിച്ചെന്നത് യോഹന്നാൻ. പിന്നെ കല്ലറയിലോട്ട് ഇറങ്ങിയില്ല. അത് പത്രോസ് വന്നിട്ടാണ്, പത്രോസാണ് പിന്നെ കല്ലറയിലോട്ട് ഇറങ്ങിച്ചെന്നത്. പക്ഷെ കല്ലറയിലേക്കുള്ള ഓട്ടത്തിൽ ഈ യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, ആദ്യം ഓടി കല്ലറ. എനിക്ക് എത്രയും വേഗം അതൊന്ന് കാണണം. യേശുവിനെ എടുത്തോണ്ട് പോയോ? കല്ലറ കാണണം. യേശുവിനെ ഉള്ള ആ സ്നേഹത്തിലുണ്ടായ ഓട്ടത്തിന്റെ വേഗതയാണ്. ഈ യോഹന്നാനെ നമ്മൾ പിന്നെ ഈ നിലയിൽ കാണുന്നത് 21-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന പേരിൽ 21-ന്റെ 7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. യേശു മരിച്ചു, അടക്കപ്പെട്ടു. ശിഷ്യന്മാരിൽ 7 പേര് തിബരിയാസ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു. രാത്രി മുഴുവനും വീശി ഒന്നും കിട്ടിയില്ല. നേരം പുലർന്നപ്പോൾ യേശു കരയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ? യേശുവാണെന്ന് അവർ അറിയുന്നില്ല. നേരം വെളുത്തിട്ടില്ല. ഉടനെ അവര് വിളിച്ചു പറഞ്ഞു, രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, എന്നാ പടകിന്റെ വലത്തുഭാഗത്ത് വീശാൻ പറഞ്ഞു. ഏതോ പ്രായം ചെന്ന മുക്കുവനാണെന്നുള്ള ധാരണയിൽ അവർ വീശി. പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടപ്പോൾ യേശു സ്നേഹിച്ച യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു, ആ കരയിൽ നിൽക്കുന്നത് യേശുവാണ്. അവനറിയാം യേശുവിന്റെ ഏത് ശബ്ദവും സ്പന്ദനവും നാവിന്റെ അനക്കവും അറിയാവുന്നവനാണ് യോഹന്നാൻ. മാർബിൾ ചാരി ഇരുന്ന സ്പന്ദനം മനസ്സിലാക്കിയവൻ. യേശുവിന്റെ ശബ്ദം വേഗം തിരിച്ചത്. ഈ 21-ാം അധ്യായം 20-ാം വാക്യത്തിലും യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന വാക്ക് കാണുന്നുണ്ട്. 21-ന്റെ 20. പത്രോസ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിഞ്ചെല്ലുന്നത് കണ്ടു. ആരെ പിഞ്ചെല്ലുന്നു? യേശുവിനെ അനുഗമിക്കുക. അവൻ അനുഗമിക്കുവാൻ ഒരുവനേ ഉള്ളൂ, യേശു മാത്രമാണ്. ഞാനീ പറഞ്ഞു വന്നത്, യോഹന്നാൻ തന്നെ മറച്ചു വെച്ച് യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ആ യേശുവിനെ മാത്രം കാണുവാൻ, അവനെ മാത്രം ഉയർത്തുവാൻ ശ്രദ്ധ വെച്ചു. ഈ യോഹന്നാന്റെ യേശുവിനോടുള്ള സ്നേഹം
വെളിപ്പെടുന്ന ഒരു മനോഹരമായ സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയുണ്ട്. യോഹന്നാൻ തന്നെ ആ സംഭവം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് എന്റെ ചിന്ത ഞാൻ മുന്നോട്ട് നയിക്കാം. 18-ാം അധ്യായത്തിലാണ് യേശുവിന്റെ വിസ്താരം നടക്കുന്ന സംഭവം. ഹന്നാവിന്റെ അരമനയിൽ 18-ാം അധ്യായം 15 മുതൽ 18 വരെ ഒരു പാരഗ്രാഫാണ് മലയാളത്തിൽ. 18-ാം അധ്യായം 15 മുതൽ 18 വരെ. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും, ഇത് യോഹന്നാന്റെ ഭാഷയാണ്, തന്നെ പറ്റിയായി പറയുന്നത്. നമ്മൾ നേരത്തെ 5 യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് കണ്ടു, തന്നെ പറ്റി പറയുന്നത്. ഇവിടെ വേണ്ട, തന്നെ പറ്റി പറയുമ്പോൾ മറ്റൊരു ശിഷ്യൻ ഈ യോഹന്നാൻ തന്നെയാണ്. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും, അതായത് യോഹന്നാൻ, യേശുവിന്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ, അതായത് യോഹന്നാൻ, മഹാപുരോഹിതന് പരിചയമുള്ളവനാകിയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. ഹന്നാവാണ് മഹാപുരോഹിതൻ. യേശുവിനെ ബന്ധിച്ച ഹന്നാവിന്റെ അരമനയെ കൊണ്ടുപോയി. ഈ യോഹന്നാന്, മറ്റേ ശിഷ്യന്, ഈ മഹാപുരോഹിതന് പരിചയമുള്ളവനാണ്. മഹാപുരോഹിതന്റെ അരമനയിലുള്ളവരെ പരിചയമുണ്ട്. അതിന് കാരണമായി ഈ യോഹന്നാൻ എങ്ങനെയാണ് ഈ മഹാപുരോഹിതന്റെ അരമനയിലുള്ളവനുമായിട്ടുള്ള പരിചയമുണ്ടായതിനെ പറ്റിയുള്ള അഭിപ്രായം. ഈ യോഹന്നാൻ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഈ യോഹന്നാൻ മുക്കുവനാണ്, നമുക്കറിയാം. ഈ മഹാപുരോഹിതന്റെ കുടുംബത്തിന് മീൻ എത്തിച്ചു കൊടുത്തിരുന്നത് ഈ യോഹന്നാൻ ആയിരുന്നു എന്നും, അങ്ങനെയാണ് യോഹന്നാനുമായിട്ട് ആ കുടുംബത്തിന്, ആ അരമനയിലുള്ള എല്ലാവർക്കും യോഹന്നാനെ പരിചയമായതെന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ ആ നിലയിലാണ് യോഹന്നാൻ ചെന്നു. അവിടെ നിൽക്കുന്നവർക്കെല്ലാം യോഹന്നാനെ പരിചയമാണ്. ഈ യോഹന്നാൻ അകത്ത് കയറി, അതായത് മെയിൻ ഗേറ്റ് കടന്ന് മുറ്റത്ത് കയറി. നീ 16-ാം വാക്യം വായിക്കുന്നു. പത്രോസ് വാതിൽക്കൽ പുറത്ത് നിൽക്കുമ്പോൾ, അവനെ കയറ്റിയില്ല, കടക്കാൻ ഒക്കത്തില്ല, മഹാപുരോഹിതന്റെ അരമനയാണ്. മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ, അതായത് യോഹന്നാൻ, പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ പത്രോസിനെ അകത്ത് കയറ്റി. അത്ര സ്വാധീനം ഈ യോഹന്നാൻ ഉണ്ട് ആ അരമനയിൽ. വാതിൽക്കൽ നിൽക്കുന്ന ആളോട് പറഞ്ഞു, എന്റെ സ്നേഹിതനാണ് വെളിയിൽ നിൽക്കുന്നത്, അവനെ കൂടെ അകത്ത് കയറ്റണം. അങ്ങനെ പത്രോസിനെ കൂടെ അകത്ത് കയറ്റി. 17-ാം വാക്യം. വാതിൽ കാക്കുന്ന ബാലിക്കാരത്തി പത്രോസിനോട്, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. അല്ല എന്ന് അവൻ പറഞ്ഞു. 18-ാം വാക്യം. അന്ന് കുളിർ ആകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു. ഇവിടെ എന്റെ ചോദ്യം, യോഹന്നാന് കുളിരില്ലയോ? നല്ല തണുപ്പുള്ള രാത്രിയാണ്. അവിടെയുള്ള എല്ലാവരും, ആ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം, ദാസന്മാർ, ചേവകർ, എല്ലാവരും തീ കൂട്ടി തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പത്രോസും തീ കാഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. യോഹന്നാൻ തീ കായുന്നവരുടെ കൂട്ടത്തിൽ കാണുന്നില്ല. തണുപ്പില്ലാഞ്ഞിട്ടല്ല, കുളിരില്ലാഞ്ഞിട്ടല്ല. വാതിലിനകത്തേക്ക് നോക്കിയപ്പോൾ ഇവൻ കാണുന്ന കാഴ്ച തന്റെ ഗുരുവിനെ തല്ലുന്നു. താഴെയുണ്ട്, തല്ലുന്ന കാര്യം താഴെ എഴുതിയിട്ടുണ്ട്. 22-ാം വാക്യം. 22-ാം വാക്യം. അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന് ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നതെന്ന് പറഞ്ഞ് യേശുവിന്റെ കന്നത്ത് ഒന്നടിച്ചു. അപ്പോൾ അകത്ത് നടക്കുന്നത് ഇതാണ്. കഠിനമായ വിസ്താരം തന്നെ തടിക്കുന്നു. ആ കാഴ്ച കണ്ടു നിൽക്കുന്ന യോഹന്നാന് തന്റെ കുളിര് മറന്നുപോയി. അവന്റെ കുളിരൊരു വിഷയമേ അല്ലാതായി.
എന്റെ യേശുവിനെ തല്ലുന്നു, ഉപദ്രവിക്കുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് യോഹന്നാൻ നിൽക്കുന്നു. എന്നാൽ വേറൊരുത്തൻ തീ കായുന്നവരുടെ കൂട്ടത്തിൽ പോയിരിക്കുന്നു. അകത്ത് നടക്കുന്നതൊന്നും അവനൊരു വിഷയമേ അല്ല. യോഹന്നാൻ യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ആഴം. ദൈവമക്കളെ, എന്തെല്ലാം പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇതുപോലൊരു സ്നേഹം നമ്മുടെ ഉള്ളിലും കർത്താവ് തന്നതുകൊണ്ട് നാം ഇന്നും യേശുവിനെ സ്നേഹിക്കുന്നു. എന്തു വന്നാലും, യുദ്ധത്തിന്റെ ഭീഷണിയോ കൊടുമയോ എന്തായാലും യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് അവനിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതം നയിപ്പാൻ ദൈവം നമുക്കൊക്കെ ഭാഗ്യം നൽകുന്നു. യേശുവിനോടുള്ള യോഹന്നാന്റെ സ്നേഹത്തിന്റെ ആഴം. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പല കാര്യങ്ങളുണ്ട്. യോഹന്നാൻ തന്നെ തന്നെ മറച്ച കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ പലയിടത്തുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നോടൊപ്പം നിന്ന 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. അതിലൊരാൾ, 2 പേരിൽ ഒരാൾ അന്ത്രയോസ് ആയിരുന്നു എന്ന് 1-ാം അധ്യായം 40-ാം വാക്യത്തിൽ വായിക്കുന്നു. 1:40. മറ്റേ ശിഷ്യന്റെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. അത് യോഹന്നാൻ ആയിരുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും പറയുന്നത്. ആ 2 പേരിൽ ഒരാൾ അന്ത്രയാസാണ്, മറ്റേയാൾ യോഹന്നാൻ ആയിരുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ തന്റെ സുവിശേഷങ്ങളിൽ ഒന്നും തന്നെ തന്റെ പേര് പറഞ്ഞിട്ടില്ല. മറ്റേ ശിഷ്യൻ, വേറൊരു ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് മാത്രം പറഞ്ഞ് തന്നെ തന്നെ മറച്ചു പോയവൻ. വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ മറ നീക്കി അവൻ വെളിയിൽ വന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. യോഹന്നാൻ എന്ന ഞാൻ, കണ്ടോ? യോഹന്നാൻ എന്ന ഞാൻ പത്മോസിലാണ്. അവിടെ യേശു സ്നേഹിച്ച ശിഷ്യനെന്നോ മറ്റേ ശിഷ്യനെന്നോ ഒന്നുമല്ല. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലെ സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ, തന്റെ സുവിശേഷത്തിൽ തന്നെ തന്നെ ഒളിച്ചും മറച്ചും വച്ചവൻ, യേശുവിനെ മാത്രം ഉയർത്തിയവൻ, ഒടുവിലത്തെ പുസ്തകത്തിൽ വന്നപ്പോൾ അവൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു പ്രാഗൽഭ്യത്തോടെ. യോഹന്നാൻ എന്ന ഞാൻ. എന്താ അതിന്റെ അവസ്ഥ? ഇന്ന് നമ്മളെ തന്നെ മറച്ച് ഒളിപ്പിച്ച് കർത്താവിനെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മളെ ഈ മറ നീക്കി പ്രദർശിപ്പിക്കുന്ന, മാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്, നിത്യതയിൽ. ഇന്ന് നമ്മളെ പലത് കാണുന്നില്ല, അറിയുന്നില്ല. നമ്മൾ മറയപ്പെട്ടവരാണ്. പക്ഷെ നമ്മുടെ മത നീക്കി നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സുദിനം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് യോഹന്നാൻ ഒറ്റ വാക്യം മാത്രം പറഞ്ഞു കള്ളന്മാരുടെ കാര്യം പറഞ്ഞതിന്റെ തെളിവാണ് ഞാൻ നിരത്തിയത്. അത് യോഹന്നാന്റെ കാഴ്ചപ്പാടാണ്. യോഹന്നാന്റെ കാഴ്ചപ്പാട്. കള്ളന്മാരോ ദുഷ്പ്രവർത്തിക്കാരോ ആരെങ്കിലും ആയി പോകട്ടെ, ഇവന്റെ ശ്രദ്ധ യേശുവിൽ മാത്രമാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിലെ യോഹന്നാന്റെ കാഴ്ചപ്പാട് നമുക്ക് അവിടെ കാണാൻ കഴിയും. മത്തായി മർക്കോസ് 2 കള്ളന്മാരാണെന്ന് പറഞ്ഞ് ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരെ മാത്രം കണ്ട് അത്രയും പറഞ്ഞ് അവന് വിട്ടു. പക്ഷെ ലൂക്കോസ് അതല്ല. ലൂക്കോസിന്റെ കാഴ്ചപ്പാട് വേറൊന്നാണ്. ഒരു കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ
അത് വ്യക്തതയോടെ ബോധ്യപ്പെടുത്തണമെന്ന് ലൂക്കോസിന് നിർബന്ധമുണ്ട്. ആ ലൂക്കോസ് സുവിശേഷം പഠിച്ചാൽ നമുക്ക് അത് വ്യക്തമാകും. ഏത് കാര്യമായാലും അത് വ്യക്തതയോടെ, ചിട്ടിയായി, ക്രമമായി, ഭംഗിയായി തന്നെ അവതരിപ്പിക്കും. അതുകൊണ്ടാണ് ഈ കള്ളന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരെ മാത്രമല്ല ഇവൻ കണ്ടത്, നടത്തിക്കൊണ്ടുവന്ന കള്ളന്മാരെ ഇവൻ കണ്ടേച്ച് എഴുതുക. യേശുവിനോടൊപ്പം ഇവരെ നടത്തിക്കൊണ്ടുവന്നു. എന്തിനു? കൊല്ലാൻ. എന്നിട്ട് ക്രൂശിൽ തറച്ചു. അത്രയും പറഞ്ഞു വിട്ടില്ല. ഈ ലൂക്കോസ് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരുവൻ മാനസാന്തരപ്പെടുന്നു. അത് ഭംഗിയായിട്ട് ലൂക്കോസ് അവതരിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി, ഈ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരാൾ മാനസാന്തരപ്പെട്ടു. ഈ കള്ളന്റെ മാനസാന്തരം ലൂക്കോസ് വിഷയത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. ഈ കള്ളന്റെ മാനസാന്തരം നമുക്ക് നൽകുന്ന 7 പാഠങ്ങളുണ്ട്. അതാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നാളെ ഈ കള്ളന് യേശുവിനെ പറ്റി ലഭിച്ച 7 വെളിപ്പാടുകളുണ്ട്. ഇങ്ങനെ ഇതിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട കള്ളൻ. ഒന്ന്, മാനസാന്തരപ്പെട്ട കള്ളനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന 7 പാഠങ്ങൾ. 2, മാനസാന്തരപ്പെട്ട കള്ളന് യേശുവിനെ പറ്റി ലഭിച്ച 7 വെളിപ്പാടുകൾ. ഈ മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം, ആർക്ക് വേണമെങ്കിലും മാനസാന്തരപ്പെടാം. അതാണ് ഒന്നാമത്തെ പാഠം. ആർക്ക് വേണമെങ്കിലും മാനസാന്തരപ്പെടാം. ഇവൻ ആരാണെന്ന് കണ്ടു. കള്ളൻ എന്ന് മത്തായി മർക്കോസും പറഞ്ഞപ്പോൾ ലൂക്കോസ് പറഞ്ഞു കള്ളൻ മാത്രമല്ല, ദുഷ്പ്രവൃത്തിക്കാരനാണ്. ഒരു നല്ല സ്വഭാവവും ഇവനിലില്ല. അവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ ഏത് പാപിക്കും ഇന്ന് മാനസാന്തരപ്പെടാം. അതാണ് ഇവൻ നൽകുന്ന ഒന്നാമത്തെ പാഠം. ഇല്ലെങ്കിൽ അവൻ മാനവജാതിയെ നോക്കിക്കൊണ്ട് പറയുന്ന സാക്ഷ്യം അതാണ്. കള്ളനും കവശക്കാരനും കൊള്ളക്കാരനും കുലപാതകനുമായ എന്നെ യേശു രക്ഷിച്ചെങ്കിൽ യേശുവിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപിയും ഇന്ന് ലോകത്തിലില്ല. യേശുവിന് മോചിക്കാൻ കഴിയാത്ത ഒരു പാപവും ലോകത്തിലില്ല. ഏത് പാപിയെയും രക്ഷിപ്പാൻ, ഏത് പാപത്തെയും കഴുകിക്കളയാൻ യേശുവിന് കഴിയും. അതിന് നല്ല ദൃഷ്ടാന്തമാണ് ശൗൽ, പുതിയ നിയമത്തിലെ ശൗൽ. അവനാണ് കുലപാതകൻ. ഈ ശൗലിന്റെ മാനസാന്തര വസ്തുത അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 3 ആ സംഭവം നമ്മൾ കാണുന്നു. ഒന്നാം നടന്ന സംഭവം, പിന്നെ 2 പൗലോസ് അതിനെപ്പറ്റി പറയുന്ന സാക്ഷ്യം. നടന്ന സംഭവം 9-ാം അധ്യായത്തിലാണ് കാണുന്നത്. ശൗലിന്റെ മാനസാന്തര വസ്തുത ഞാൻ ഒന്ന് വായിക്കാം. 9-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ന്റെ 1, 2, 3. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ? ഭീഷണി മാത്രമല്ല, കുലയും. കൊല്ലാൻ തയ്യാറായി പോവുക ഇവൻ. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു വന്നപ്പോൾ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചവനാണ് ഈ ശൗല്. സാക്ഷ്യം നിന്നു. മനസ്സ് മരവിച്ചു പോയവൻ കല്ലെറിഞ്ഞു ഒരാളെ കൊല്ലുമ്പോൾ കണ്ടു നിൽക്കുക ഈ ശൗല്. മനസാക്ഷിയില്ല, മരവിച്ച മനസാക്ഷി. ഈ ശൗല് എവിടെ പോകുന്നത്? ക്രിസ്ത്യാനികളെ കൊല്ലാൻ കുലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട്. യെരുശലേമിലെ കഴിഞ്ഞേച്ച് ഇപ്പം ദമസ്കോസിലോട്ട് പോവുക. 2-ാം വാക്യം. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലെ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. ഇവന്റെ മരവിച്ച മനസാക്ഷിയാണ്.
സ്ത്രീകളെയും പിടിച്ചു കിട്ടും, പുരുഷന്മാരെയും പിടിച്ചു കിട്ടും. ഒരു മനസാക്ഷിയില്ല, കൊല്ലാനും മനസാക്ഷിയില്ല. 3-ാം വാക്യം, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ യേശുവിനെ കണ്ടുമുട്ടി, അവൻ രക്ഷിക്കപ്പെട്ടു. ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം, ഒരു വെളിച്ചം. ആ വാക്ക് മനസ്സിലിരിക്കട്ടെ. നടന്ന സംഭവത്തിൽ വെളിച്ചമെന്നാണ് പറഞ്ഞത്. ആകാശത്ത് നിന്നൊരു വെളിച്ചം. വർഷങ്ങൾ പലത് കഴിഞ്ഞു. പൗലോസ് ഒരു വലിയ നല്ല ശുശ്രൂഷകനായി. കാലം മുന്നോട്ട് പോയപ്പോൾ ഈ പൗലോസിനെ പിടിച്ചു ബന്ധിച്ചു. ഈ പൗലോസ് ജനത്തിന്റെ മുമ്പിൽ നിന്ന് തന്റെ അനുഭവ സാക്ഷ്യം പറയുകയാണ്. അന്നേരം ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്, ഇവന്റെ മാനസാന്തരം. അവിടെ ഈ വെളിച്ചത്തെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. 22-ാം അധ്യായം, ജനത്തോടുള്ള പ്രസംഗത്തിൽ, പ്രതിവാദത്തിൽ തന്റെ സാക്ഷ്യം പറയുകയാണ്. 22-ാം അധ്യായം 6-ാം വാക്യം, 22-ന്റെ 6 പൗലോസ് സാക്ഷ്യം പറയുക. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. നമ്മൾ നേരത്തെ 9-ാം അധ്യായത്തിൽ കണ്ടത് വെളിച്ചമെന്നേ ഉള്ളൂ. 22-ാം അധ്യായത്തിൽ വന്നപ്പോൾ വെളിച്ചമെന്ന് മാത്രമല്ല, വലിയ വെളിച്ചം. വെളിച്ചം വലിയ വെളിച്ചമായി തീർന്നു, എന്റെ ചുറ്റും മിന്നി. സാക്ഷ്യം പറഞ്ഞു. കാലം പിന്നെയും മുന്നോട്ട് പോയി. ജീവിത സായാഹ്നത്തോട് അടുക്കുമ്പോൾ പൗലോസിനെ പിന്നെയും ബന്ധിച്ചു. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കുക. അഗ്രിപ്പാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സാക്ഷ്യം പിന്നെയും പൗലോസ് പറഞ്ഞു, താൻ മാനസാന്തപ്പെട്ട കാര്യം. അവിടെ പൗലോസ് ഈ വെളിച്ചത്തെ എങ്ങനെയാണ് പറഞ്ഞതെന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യം. ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഈ വെളിച്ചം എന്തായി? സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വെളിച്ചം. അതിന്റെ അപ്പുറത്തൊരു വെളിച്ചമില്ല. സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ്. സൂര്യന്റെ പ്രകാശമാണ് ഇന്ന് പ്രകാശങ്ങളിൽ വച്ച് ഏറ്റവും വലിയ പ്രകാശം. നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് സൂര്യന്റെ വെളിച്ചത്തെ കാണിക്കാൻ ഒക്കത്തില്ല. ആ പ്രകാശത്തെ കവിയുന്ന വെളിച്ചം. ആദ്യം പറഞ്ഞു വെളിച്ചമാണ് എന്നെ ചുറ്റിയത്, പിന്നെ പറഞ്ഞു വലിയ വെളിച്ചമാണ് എന്നെ ചുറ്റിയത്. ഇപ്പം പറയുന്നു സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വെളിച്ചമാണ് എന്നെ ചുറ്റിയത്. എന്താ ഇതിന്റെ ആത്മീയാർത്ഥം? നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലുള്ള വെളിച്ചത്തിന്റെ അളവ് കുറഞ്ഞു വരികയല്ല, കൂടി വരണം. ജീവിത സായാഹ്നത്തിൽ എത്തുമ്പോൾ പറയേണ്ടത് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വെളിച്ചമാണ് എന്നെ ചുറ്റി പ്രകാശിച്ചത്. കള്ളന്റെ മാനസാന്തരം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം, ആർക്ക് വേണമെങ്കിലും മാനസാന്തരപ്പെടാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ശേഷം ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ഈ കള്ളന്റെ മാനസാന്തരം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ആത്മീയ പാഠം, എപ്പോൾ വേണമെങ്കിലും മാനസാന്തരപ്പെടാം. എപ്പോൾ വേണമെങ്കിലും. ഈ കള്ളൻ മാനസാന്തരപ്പെടുന്നപ്പോഴാണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ്. ചില മിനിറ്റ് കഴിഞ്ഞ് ഇദ്ദേഹം മരിക്കുക. മാനസാന്തരപ്പെടാൻ അപ്പോഴായി അവസരം ലഭിച്ചത്. ഇപ്പൊ മരിക്ക തൊട്ടു മുമ്പ് മാനസാന്തരപ്പെട്ടാൽ മതിയോ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരത്തില്ല, അതെനിക്കറിയാം. ഇവൻ അവസരം ലഭിച്ചത് അപ്പോഴാണ്.
മരിക്കുന്നതിന് തൊട്ടു മുമ്പ്. ലഭിച്ച അവസരം പാഴാക്കിയില്ല, മറ്റോ പാഴാക്കി. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ. ഒരുവൻ പാഴാക്കി, അവന് മാനസാന്തരപ്പെടാമായിരുന്നു, അവൻ പാഴാക്കി കളഞ്ഞു. പക്ഷെ ഈ കള്ളൻ അവസരം പാഴാക്കിയില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അവസരം ലഭിച്ചപ്പോൾ ക്രൂശിൽ കിടക്കുക. രക്ഷപ്പെടാൻ വഴി ഒന്നുമില്ല. അവിടെ കിടന്നുകൊണ്ട് യേശുവിനെ അംഗീകരിച്ചു. എപ്പോൾ വേണമെങ്കിലും മാനസാന്തരം. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിക്കരുത്. ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും നാളായി, ഇനി എന്നാ മാനസാന്തരപ്പെടുന്നത്? അങ്ങനെ ഒരു ചിന്തയോ നിരാശയോ നമ്മുടെ മനസ്സിലുണ്ടാകരുത്. ഈ വ്യക്തി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മരണശയ്യയിൽ കിടക്കുകയാണ്. അതവന്റെ മരണശയ്യയാണ്, ക്രൂശ്. അന്ത്യശ്വാസം വലിച്ചു കിടക്കുക. അവിടെ വച്ചവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ നമ്മുടെ ഭവനത്തിൽ മാനസാന്തരപ്പെടാനുള്ളതുണ്ട്. നമ്മൾ പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദീർഘവർഷങ്ങളായി. സെന്റ് ഓഗസ്റ്റീന്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ മൊണീക്ക 20-ലധികം വർഷമാണ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചത്. 20-ലധികം വർഷം. ഇവിടെ കണ്ണുനീര് കണ്ട് പള്ളിയിൽ വന്ന ബിഷപ്പ് ആംബ്രോസ് പുരോഹിതനോട് തിരക്കി, ഈ അമ്മയ്ക്ക് ഇത്രയും കണ്ണുനീര് എന്തിന്? ആ പുരോഹിതൻ പറഞ്ഞു, മകൻ തോന്നിവാസം ജീവിക്കുകയാണ്, ഓഗസ്റ്റീൻ. ആ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആംബ്രോസിന്റെ പ്രതികരണം, ഇത്രയും കണ്ണീരുള്ള മാതാവിന്റെ മകൻ മാനസാന്തരപ്പെടാതിരിക്കുമോ? ഒരു ചെറിയ സംഭവത്തിലൂടെ ഓഗസ്റ്റീൻ മാനസാന്തരപ്പെട്ടു. മദ്യപിച്ച് ലക്കുകെട്ട് ഉദ്യാനത്തിൽ കൂടെ നടക്കുമ്പോൾ ഒരു തുണ്ട് കടലാസ് താഴെ കിടക്കുന്ന കണ്ടു. മണ്ണൊക്കെ തട്ടിക്കുടഞ്ഞ് അവിടുത്തെ ബെഞ്ചിൽ പോയി നോക്കിയപ്പോൾ ട്രാക്റ്റിന്റെ കീറിയ തുണ്ട്. പത്രോസിന്റെ ലേഖനത്തിലെ ഒരു വാക്യം അവിടെ ആ തുണ്ടിലുണ്ടായിരുന്നത്, മദ്യപാനത്തിലും വെറിക്കൂത്തിലും കാലം കഴിച്ചത് മതിയെന്ന് വെപ്പീൻ. ആ വാക്യം ചാറ്റുളി പോലെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറി. അവിടെ ഇരുന്ന് മാനസാന്തരപ്പെട്ടു. ഓഗസ്റ്റീനാണ് വിശുദ്ധനായ ഓഗസ്റ്റീൻ എന്ന പേരിൽ പിന്നെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ടത്. അമ്മയുടെ പ്രാർത്ഥന ദീർഘവർഷം പ്രാർത്ഥിക്കുന്നത് നമുക്ക് നിർത്തേണ്ട, തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്ക് വേണമെങ്കിലും മാനസാന്തരപ്പെടാം, എപ്പോൾ വേണമെങ്കിലും മാനസാന്തരപ്പെടാം. എന്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ രക്ഷിക്കപ്പെടാനുള്ളത്, മാനസാന്തരപ്പെടാനുള്ളതൊക്കെ വേണ്ടി നമ്മൾ ദീർഘവർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നിരാശപ്പെടുന്നവരല്ല. എങ്കിൽ ഈ വാക്യത്തിന്, ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ തുടർന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ സന്ദർശിക്കാതിരിക്കത്തില്ല, ഒരവസരം കൊടുക്കാതിരിക്കത്തില്ല. ദൈവത്തിലെ നിന്നോടൊപ്പം മുട്ടുമടക്കാൻ, അവരെ ആലയത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തൻ. വലിയവനായ ദൈവം നമ്മെ സഹായിക്കണം. Praise God. Thank you, Pastor. 1 minute, attempt.